ഹലോ ഹായ്. അപ്പം ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇനി പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഗൂഡല്ലൂരിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവല്ലേ, അപ്പം ഇന്ന് നോമ്പ് തുറക്കുന്നത് പുറത്തുനിന്ന് ആക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോകുമ്പം 5 മണിയൊക്കെ ആയി കാണും. ആ സമയത്താണ് കേട്ടോ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ബസ് വരുന്ന അങ്ങാടിക്ക്. അപ്പോൾ എന്തെങ്കിലും ഓട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോവാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ്. പിന്നെ കുറച്ച് ദൂരം നടന്നപ്പോൾ പിന്നെ നമുക്കൊരു ഓട്ടോ കിട്ടി. അതിൽ കയറി പിന്നെ അങ്ങനെ അങ്ങാടിയിൽ പോയി. അവിടുന്ന് ബസ് കിട്ടി. പിന്നെ നോമ്പായി കഴിഞ്ഞാൽ ഞാനങ്ങനെ എവിടെയും പോകില്ല കേട്ടോ. ഭയങ്കര മടിയാണ് പുറത്തിറങ്ങാൻ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ കയറി നമ്മളിപ്പോൾ അതാ ഗൂഡല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഡല്ലൂർ പോകുമ്പോൾ ഉള്ള വഴിയാണ് കേട്ടോ ഇത്. ഒരുപാട് തേയിലത്തോട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് പോകുന്ന വഴിയിലുള്ളത്. പിന്നെ ഞാനിത് പറയുന്നത് നമ്മളിവിടെ ഉള്ള ആളുകളോടല്ല കേട്ടോ. നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണാത്ത ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ വീഡിയോ കാണുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്ന ആളുകളുണ്ട് കേട്ടോ. നിങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? നല്ല ചൂടാണോ? നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ നല്ല ചൂടായിരുന്നു കേട്ടോ. മിനിഞ്ഞാന്ന് നല്ലൊരു മഴ കിട്ടി. അതിന് ശേഷം ചൂടിന് ചെറിയൊരു കുറവുണ്ട്. പിന്നെ എല്ലാവരും പെരുന്നാൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തോ? എങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും നോമ്പൊക്കെ? നമ്മുടെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ഞാനും മക്കളും പിന്നെ എൻ്റെ ഫ്രണ്ടും മക്കളും അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം നമുക്ക് പുറത്ത് പോയി ഒന്ന് നോമ്പൊക്കെ തുറക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും പോവല്ലേ, അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് വരാം, ഇനിയിപ്പോൾ ഒന്ന് പോവാൻ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ മോൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റി പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനൊന്നും പാടില്ല, അപ്പം പോകണം. പിന്നെ പോയി വന്നതിന് ശേഷം അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തതല്ലേ, അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. പിന്നെ എന്താ അവിടെ ഇങ്ങനെ കാണുന്നതൊരു തേയില ഫാക്ടറിയാണ് കേട്ടോ. ബസ്സിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 ഫാക്ടറി ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് മൈൽ എന്ന് പറയും, അവിടെ ഒരു ഫാക്ടറിയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നേരിട്ട് ഫാക്ടറിയിൽ പോയി വാങ്ങുന്ന ചായപ്പൊടിയാണ് കേട്ടോ. നല്ല പൊടിയായിരിക്കും. പൊടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ക്വാളിറ്റി ഫസ്റ്റൊക്കെ വാങ്ങുമ്പോൾ റേറ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്.
ഒരു ഫാക്ടറിയും കൂടെ ഉണ്ടെന്ന്. ആ വണ്ടി നിർത്തിയിട്ടിട്ടുള്ളത് ഈ തേയിലയൊക്കെ പറിച്ച് അതൊരു ചാക്കിലാക്കി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ അത്. പിന്നെ ഇതാ നമ്മളവിടുന്ന് സെക്കൻഡ് മൈൽ എന്ന് പറയുന്ന സ്ഥലമാണത്. അവിടുന്ന് പിന്നെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടം വരെ ബസ് പോവുള്ളൂ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. ഗവൺമെൻറ് ബസ്സാണെങ്കിൽ പിന്നെ ഈ സ്റ്റാൻഡ് വരെ വരും. പിന്നെ കടയിലേക്ക് അങ്ങോട്ട് പോകുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കടൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതൊക്കെ കുറച്ചൊന്ന് വീഡിയോ എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വെള്ളം ഈത്തപ്പഴമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയമായപ്പോൾ നമ്മൾ കടൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോമ്പ് തുറന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ പുറത്തിറങ്ങി. ഇവിടുന്ന് ചെറിയവർക്ക് 2000 ആൾക്കുള്ളത് മാത്രമേ ഇവിടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെടുത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെയാണ് മൂത്ത മോൻക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.